ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോളുടെ കുറേ പഴയ ഹെയർ ബാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എലാസ്റ്റിക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പെട്ടെന്ന് ലൂസാവുന്ന ടൈപ്പാണ്. അപ്പം ഇവിടെ കയ്യിലുണ്ടായിരുന്ന പഴയ കുറേ ഹെയർ ബാൻഡ് ലൂസായ സമയത്ത് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഫ്ലവേഴ്സ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക സ്ലൈഡ്സും കാര്യങ്ങളും ഉണ്ടാക്കി നോക്കാം. വളരെ ചെറിയ ചിലവിലാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പം ഡെയിലി സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെച്ചാൽ ഡെയിലി നമുക്ക് കുത്തി കൊടുക്കാനൊക്കെ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ഹെയർ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനുള്ളൂ, പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാധനങ്ങളോ ഇതിലുണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ പഴയ മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹെയർ ബാൻഡെന്ന് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പം ഇതൊക്കെ ഹെയർ ബാൻഡിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് സീക്വൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഈ ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പശ എന്ന് പറയുന്നത് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പശയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ സ്ലൈഡുകളാണ് കേട്ടോ. അതുപോലെ ബ്ലാക്ക് കളറിലുള്ള സ്ലൈഡൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. അപ്പം അതൊക്കെയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബ്ലാക്ക് സ്ലൈഡുകളിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ സ്ലൈഡുമ്പോൾ കുറച്ച് ഗമ്മ് ചെയ്തിട്ട് നമ്മുടെ ആ കയ്യിലുള്ള ഫ്ലവർ അത് ഒട്ടിക്കുക. ജസ്റ്റ് അത്ര പണിയുള്ളൂ, നമുക്ക് നല്ലൊരു സ്ലൈഡായിട്ട് കിട്ടും അത്. അപ്പം ഇങ്ങനെ എല്ലാതും നമുക്ക് ഒട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഭംഗിയൊന്നും നോക്കി നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ ബാൻഡെന്ന് പറിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ അടിയിലുണ്ടാകുന്ന ആ ഒരു ഗ്ലൂ ഇല്ലേ, അത് നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നാൽ കുറച്ചും കൂടെ നന്നായിട്ട് ആ ഗമ്മ് അതിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.